ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമില്ലേ? എനിക്കത്ര സുഖമൊന്നും ഇല്ല കേട്ടാ. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഞാൻ ഓൾറെഡി ഇന്നലെ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി. ഇന്ന് എനിക്കൊരു സർജറി ഉണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്ന് എൻ്റെ സർജറി ഡേ ആണ്. ലൈക്ക് കുറച്ച് ദിവസം മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഇവിടെ പല്ലിൻ്റെ ഇവിടെ നല്ല വേദന ഉണ്ടായിരുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ തന്നെ ഉടനെ കൊണ്ട് കാണിച്ച് എക്സ്റേ എടുത്ത് നോക്കിയപ്പോൾ എൻ്റെ ലാസ്റ്റത്തെ വിസ്ഡം ടൂത്ത് ഉണ്ടല്ലോ, അത് വളർന്നെല്ലാം കഴിഞ്ഞു. പക്ഷേ അത് മോണയുടെ അടിയിൽ ഇങ്ങനെ ഇങ്ങനെയാണ് കിടക്കണം, രണ്ട് സൈഡിലും. അപ്പം ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞ് എത്രയും പെട്ടെന്ന് എടുത്താൽ നല്ലതായിരിക്കും, പിന്നെ റിസ്ക് ഒന്നും വരില്ല, എനിക്ക് വേദനയും ഉണ്ട്. അപ്പം ഇന്നാണ് അതിൻ്റെ സർജറി. അപ്പം ഞാൻ സർജറിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മണി 6:54. 8:30 ഹോസ്പിറ്റലിൽ പോകണം. എനിക്ക് ഇന്നലെ രാത്രി കടന്നിട്ടാണെങ്കിൽ ഉറക്കം വരില്ല. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സർജറി അങ്ങനത്തെ എന്തെങ്കിലും സംഭവം എനിക്ക് ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാനും പറ്റണില്ല. ഇടയ്ക്കിടയ്ക്ക് ഞാൻ എപ്പോഴാണ് എണീറ്റ്. ഇപ്പം ഞാൻ ഒരു 6:15 എണീറ്റിരിക്കണം. എനിക്ക് അറിഞ്ഞൂടാ. അതിന് മുമ്പ് ഒരു 4:15 കഴിഞ്ഞപ്പോൾ ഞാൻ എണീറ്റ്, എന്നിട്ട് വീണ്ടും കിടന്ന് പിന്നെ 6:15 എണീറ്റ്, പിന്നെ അങ്ങോട്ട് ഉറക്കം വരണില്ല. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്കൊരു സർജറി ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇന്ന് വിചാരിച്ചൊന്നുമല്ല കേട്ടോ. ഞാൻ സർജറി ചെയ്യുമെന്ന് അറിഞ്ഞപ്പോഴേ വിചാരിച്ചു ഞാൻ എന്തായാലും സർജറിയുടെ അന്ന് ഡേ ഇൻ മൈ ലൈഫ് എടുക്കുമെന്ന്. അപ്പം ഭയങ്കര ടെൻഷൻ. ഞാൻ കുറേ ഇത് കഴിഞ്ഞ പിള്ളേരുടെ അടുത്തും ഇതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തൊക്കെ ചോദിച്ചു. അവർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, സർജറി കഴിയുമ്പോൾ കുറച്ച് ദിവസത്തെ ബുദ്ധിമുട്ട് കാണും എന്നെ പറഞ്ഞത്. സ്റ്റിൽ എനിക്ക് ഈ ഇഞ്ചക്ഷൻ, ഈ സംഭവങ്ങളൊക്കെ ചെറുതായിട്ട് ഒരുപാട് ഇഞ്ചക്ഷനാ ദേഹത്തിങ്ങനെ കട്ട അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഒരു ചെറിയ ടെൻഷനും പേടിയും. പിന്നെ ഞാനും മമ്മിയും കൂടെയാണ് പോണത്. ഞങ്ങൾ വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റൽ തന്നെയാണ്. അപ്പം എല്ലാം നിങ്ങളുമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുമ്പോൾ എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഇപ്പം എനിക്ക് ഉറക്കം മറന്നു. അതുകൊണ്ട് ഒരു 8 മണി വരെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് പൊട്ടെല്ലാം വെച്ച് ലിപ് ബാമൊക്കെ ഇട്ടത്. രാവിലെ എണീറ്റ് ഇനി എന്ന് ലിപ് ബാമൊക്കെ ഇട്ടുകൊണ്ടിരിക്കുമെന്തോ. എല്ലാവരും പറഞ്ഞ് സർജറി എല്ലാം കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ വീങ്ങിയൊക്കെ ഇരിക്കുമെന്ന്. ഇവിടെ ഒരു ചെറിയ വീക്കമുണ്ട്. ഇവിടെയാണ് ഇരിക്കുന്നത് ആ സംഭവം. അപ്പോൾ എന്തായാലും വൺസ് മോർ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വീഡിയോസ് ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം അത്രേ ഉള്ളൂ. ബാക്കി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പോകാൻ സമയമായി. അപ്പം നമുക്കിനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്കിന്ന് പപ്പടമുണ്ട്, ദോശയുണ്ട്, സാമ്പാറുണ്ട്. ഞാൻ പോയിട്ട് വരാം. ആ സ്പിരിറ്റ് കഴിയുമ്പോൾ 7 ദിവസം കഴിഞ്ഞു. 9 തൈ കിടപ്പുണ്ട്. താഴെ 7, മേളിൽ 2, 9. സാധാരണ 12 കാണാം. 9 ഉള്ളൂ, ലാഭിച്ചില്ലേ 3. അതുപോലെ തന്നെ നോർമൽ ഒരു പരിപാടിയല്ല. ഞാൻ ഇന്നലെ പറഞ്ഞപ്പോൾ നമ്മുടെ അമ്മയും കൂടെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. നോർമൽ ഒരു പരിപാടിയല്ല. മോണത്തിൽ ഫീൽ ചെയ്ത് ഒരു ബോർഡ് നമ്മൾ കട്ട് ചെയ്തു അല്ലേ.
അത് ചെയ്തു ബോണ്ട് നമ്മൾ ബോണ്ട് അറ്റാച്ച്മെന്റിന് ഡ്രില്ല് ചെയ്തിട്ടാണ് എടുത്ത് മാറ്റിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് നല്ല നീതി കാണും, നല്ല തുല്ലിങ് ഉണ്ടായിരുന്നു. അപ്പൊ തുല്ലിങ് ഇന്നല്ല നാളെ തൊട്ട് കാണും. അപ്പൊ തുല്ലിങ് വരുമ്പോൾ എന്ത് ചെയ്യുമ്പോൾ വാ തുറക്കാനായിട്ട് പറ്റില്ല, അങ്ങനെ വാ തുറക്കാൻ പറ്റില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് മൗത്ത് എക്സസൈസ് അതിനെ പറഞ്ഞുതരാം, എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഹാർഡ് ഫുഡൊന്നും എടുത്ത് കഴിക്കാൻ പറ്റില്ല. ചപ്പാത്തി, പൊറോട്ട, അതുപോലെ ഹാർഡ് ഫുഡുകളൊന്നും എടുത്തിട്ട് കഴിക്കാൻ പറ്റില്ല. അത് കഴിക്കണമെങ്കിൽ നമുക്ക് ഇളപ്പ് ഇടിക്കും, നമുക്ക് തൈക്കും വേദന ഉണ്ടാക്കാം. അപ്പൊ ഹാർഡ് ഫുഡൊന്നും പറ്റില്ല. ആദ്യത്തെ 2 ദിവസം ജ്യൂസ് ഇല്ലെങ്കിൽ അതുപോലത്തെ ലിക്വിഡ് ഫുഡുകൾ, ഐസ്ക്രീം നല്ലോണം കഴിക്കുന്നുണ്ട്. ഐസ്ക്രീമൊക്കെ ഇന്ന് കഴിക്കുക, നാളെ കൂടുതൽ കഴിക്കാൻ പറ്റില്ല, ദിവസം എല്ലാം വരും. അതുപോലെ ജ്യൂസ് അതുപോലത്തെ കാര്യങ്ങൾ കൂടുതലാക്കുക. പിന്നെ എന്ത് ചെയ്യണം, മാക്സിമം തണുപ്പ് ഐസ് പാക്ക് കവറിലാക്കിയിട്ട് ഐസ് പാക്ക് ഇവിടെ വെച്ചുകൊണ്ടിരിക്കുക. അതിനാണ് ഐസ് വയ്ക്കാൻ പറഞ്ഞത്. വീട് വെച്ചിട്ട് ഐസ് പാക്ക് കവറിലാക്കിയിട്ട് വെച്ചെടുക്കുക. വെച്ചു കൊടുത്തിട്ട് നല്ല നീര് വരില്ല. പക്ഷെ അത് ഇന്നേ ചെയ്യാവും. നാളെ നീര് വന്നതിന് ശേഷം ഐസ് പാക്ക് വയ്ക്കരുത്. വെച്ച് രാത്രി ഒന്ന് ഫാൻ ഡൗൺ. നാലാമത് അവളുടെ നേരം അവരുടെ പേര് കൂടുതൽ ഇത് സംസാരിക്കരുത്, കൂടുതൽ വെയിലത്ത് പോയി നിൽക്കരുത്, കോട്ടനെടുത്ത് മാറ്റിയിട്ട് ഫുഡ് ആഹാരമൊക്കെ കഴിക്കാവൂ. അല്ലാതെ ഒന്നും ഫോളോ ചെയ്യരുത്. ഇടിയോ തട്ടമൊന്നും കിട്ടരുത്, ഇത് ആഴ്ച കൈ കൊണ്ട് ഇരിക്കരുത്. ഹാർഡ് ഫുഡ് അതുപോലത്തെ കാര്യങ്ങൾ കുഞ്ഞു ഭാവിയൊന്നും എടുക്കരുത്. തല കുടുങ്ങുന്ന കാര്യങ്ങളൊന്നും ചെയ്തോളുക, അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യും. വീടുണ്ടാവാനോ ഇതിനൊന്നും നടന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ഏതൊന്നും പാടില്ല, ജിമ്മിൽ പോകാൻ പാടില്ല, അതൊന്നും ചെയ്യണം. കോളേജില് തിങ്കളാഴ്ച ഇന്നുണ്ടെന്നായിരിക്കും പറ്റില്ല. ആദ്യത്തെ 3-4 ദിവസം നല്ല മീനുകളാണ്. അത് പറ്റും. അതായത് ഇന്നിപ്പം മാർച്ച് 7 വെള്ളിയാഴ്ച. ഈ തിങ്കളാഴ്ച പോകാൻ പറ്റില്ല, ഈ തിങ്കളാഴ്ച പോകാൻ പറ്റും. ഇതാകുമ്പോൾ നമ്മൾ വെള്ളിയാഴ്ച ശനിയാഴ്ച ആകുമ്പോൾ നമ്മുടെ തൈലെടുക്കും. മനസ്സിലായോ? വ്യാഴാഴ്ച 13 മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരുമോ? നീതില്ലെങ്കിൽ പോവാമോ? കുഴപ്പമില്ല. പക്ഷേ വേറെ കാര്യങ്ങൾ തലകുത്തോ കാര്യങ്ങളോ വെള്ളം താഴെയും കൊടുക്കണം.